നേട്ടമുണ്ടാക്കി. അതിൻ്റെ അന്തിമമായിട്ടുള്ള കണക്കുകൾ ഞങ്ങൾ കൂട്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു കൊടുങ്കാറ്റിൽ ഞങ്ങൾ പിടിച്ചു നിന്നു, 3 സീറ്റുകൾ കരസ്ഥമാക്കി നേട്ടമുണ്ടാക്കി എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ല, അതിനെപ്പറ്റിയെല്ലാം ഡാറ്റാസ് ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെല്ലാം നമ്മൾ ബൂത്ത് തലത്തിൽ ഓരോന്നും പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ഇതിലിപ്പോൾ 2020 എന്ന് പറയുന്നത് വളരെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു പാർട്ടിയാണത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അതിനെ പല രീതിയിലും LDFും UDFും ചിത്രീകരിച്ചു. ഒരു വർഗീയ പാർട്ടിയുടെ കൂടി എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചു, സംഖ്യകളാക്കി മാറ്റി. അപ്പോൾ അത് പ്രത്യേകിച്ച് കുന്നത്തുനാട് പോലെയുള്ള ക്രിസ്ത്യൻ മേഖലകളിൽ ഇതിൻ്റെ വോട്ടേഴ്സായിട്ടുണ്ടായിരുന്ന ആളുകളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടത്. അപ്പോൾ ആ ഒരു ആശയക്കുഴപ്പം മാറ്റിയെടുക്കാനായിട്ടുള്ള സമയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്നുള്ളതാണത്. ഈ സഖ്യം ഉണ്ടായി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ മത്സരരംഗത്തേക്ക് പോയി. അപ്പോൾ അത് ഈ പറയുന്ന പ്രതിപക്ഷത്തെ കോൺഗ്രസും അതുപോലെ തന്നെ LDFും നല്ല രീതിയിൽ ജനങ്ങൾ അത് ഉപയോഗിച്ചു. അതിൻ്റെ ഒരു ചെറിയ ഒരു ഡാമേജ് തീർച്ചയായിട്ടും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതിൽ അത് പറയുന്നത് ഏത് പാർട്ടിക്കാരാണെന്ന് നോക്കണം. 99 സീറ്റുണ്ടായിരുന്ന് അതിൽ നിന്ന് തകർന്ന് തരിപ്പണമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്ത ഒരു പാർട്ടിയാണത് പറയുന്നത്. ആ പാർട്ടിയുടെ ഒരു MLA ആണ് പറയുന്നത് എന്ന് ഓർക്കണം. ജയിച്ച ആളാണത് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ VP സജീന്ദ്രൻ പറഞ്ഞു എന്നാണോ പറയുന്നത്? VP സജീന്ദ്രൻ തോറ്റപ്പോൾ എന്തുകൊണ്ട് പാർട്ടിയെ പിരിച്ചുവിട്ടില്ല? കഴിഞ്ഞ തവണ അദ്ദേഹം തോറ്റതാണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രയോ മന്ത്രിമാർ തോറ്റിരിക്കുന്നു. ഇതിനു മുമ്പ് ഈ കോൺഗ്രസ്സുകാർ എത്രയോ പേര് തോറ്റു. അവർക്ക് 40 സീറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് അന്ന് പാർട്ടി പിരിച്ചുവിട്ടില്ല? അപ്പോൾ ഏതെങ്കിലും പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയൊക്കെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവില്ല മത്സരിക്കാനായിട്ട്. പണ്ടേ കോൺഗ്രസ് പിരിച്ചുവിടേണ്ടതായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പിരിച്ചുവിടേണ്ടതായിരുന്നു. പിന്നെ ആരാ ഇവിടെ മത്സരിക്കാനുണ്ടാകുക? അങ്ങനെയല്ല. ഇതിനകത്ത് ഈ 2020യിലേക്ക് വന്ന അല്ലെങ്കിൽ 2020യുടെ വോട്ടേഴ്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനതീതമായിട്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന നല്ലൊരു വിഭാഗമുണ്ട്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നല്ലൊരു വിഭാഗം ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റിൻ്റെ നല്ലൊരു ഭാഗം വോട്ട് ചെയ്യുന്നുണ്ട്, BJPയുടെ നല്ലൊരു ഭാഗം വോട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയത്തിനതീതമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം ആളുകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.